ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മളിതായി പോകുന്നത് ലുലു മാളിലോട്ടാണ്. ലുലു മാളിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഷോപ്പിങ്ങിനാണ്. നമ്മൾ എല്ലാ വർഷവും ട്രിവാൻഡ്രത്താണ് വന്ന് സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാറ്. ഇന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാണെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരാത്തിരുന്നത്. പക്ഷേ അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ലുലു മാളിനകത്ത് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു ആ കാരണം. എന്തോരം തിരക്കാരെന്നറിയാമോ. ഇത് സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് മാത്രം വന്ന ടീംസുകളുണ്ട്, അല്ലാതെ വന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ മുന്നേ പോയപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നപ്പോൾ തന്നെ 2 മണിയായി ഏകദേശം. അപ്പം ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പാരഗണിലോട്ട്. അമ്മയ്ക്ക് ഊണ് മതി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എവിടെ ഇറങ്ങിയാലും ഊണ്, നല്ല ഫിഷ് ഫ്രൈ, വെറൈറ്റി ഫിഷ് ഫ്രൈസ്, അതാണ് അമ്മയ്ക്ക് വേണ്ടത്. നമുക്ക് വെളിയിറങ്ങിയ മന്തി. അങ്ങനെ നമ്മൾ പാരഗണിൽ പോയപ്പോഴത്തേക്കും അവിടെ കുതിരയെടുപ്പിൻ്റെ ആൾ ക്യൂ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അതും 1.5 മണിക്കൂർ കഴിയും നമ്മളെ ഫുഡ് വരാണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ നിന്ന് അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ നേരെ ഇപ്പുറത്തെ ഫുഡ് കോർട്ടിലോട്ട് വന്നു. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും KFC എന്തെങ്കിലും ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞ് വന്നു. അത് ഞാൻ അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറി കൊടുത്ത ചുരിദാറായിരുന്നു കേട്ടോ. നല്ല രസമാണ് അമ്മയ്ക്ക് ഇട്ടിട്ട്. അവിടേക്കും എന്താ ഒടുക്കത്തെ തിരക്കായിരുന്നു. അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഒരു സീറ്റ് പോലും കിട്ടാതായപ്പോഴത്തേക്കും അവൾ പോയി മന്തി ഓർഡർ ചെയ്ത്. അതൊരു ഫുൾ മന്തി കൊണ്ടുവന്നപ്പോൾ അപ്പോഴത്തെ വിശപ്പിൻ്റെ കാഠിന്യം തിന്നും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരാളെ കണ്ടിട്ട് നമ്മൾ ഫുഡ് അവിടെ കളഞ്ഞിട്ട് ആ ആളെ കാണാൻ അമ്മയ്ക്ക് ഫേവറേറ്റ് സീരിയലായിട്ടുള്ള കുടുംബശ്രീ ശാരദയിലെ മെയിൻ നടനെ കാണാനായിട്ടാണ് പോണത് കേട്ടോ. അത് പുള്ളിക്കാരൻ അവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ വൈഫാണ് ആ പുറകിൽ നിൽക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ അതിനെ മനസ്സിലായിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ പോരാത്ത എൻ്റെ ഹസ്ബൻഡിനും ഈ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിനെ കണ്ടപ്പോൾ അമ്മയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളെ മുഖത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ക്രൗഡിൻ്റെയൊക്കെ ഈ ഒരു എന്താണ് വോയിസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ കോപ്പറേറ്റ് കാണിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ വോയിസ് ഇടാത്തത്. പക്ഷേ അമ്മയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടാൽ അറിയാം ആ പുള്ളീനെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. എന്തായാലും ആ പുള്ളീനെയും കണ്ടു, സെൽഫി എടുത്തു, വീഡിയോ എടുത്തു, കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഹസ്ബൻഡിന് സന്തോഷമായി. അവസാനം വന്ന് നോക്കി നമ്മൾ ഫുഡ് അവിടെ ഒറ്റയ്ക്ക് ഇരിപ്പായി കേട്ടോ. ഫുഡ് അവിടെ വെച്ചിട്ട് കളഞ്ഞിട്ടാണ് പോയത്. പിന്നെ എന്നെ അവിടെ എടുത്തിട്ട് ബാക്കി എല്ലാവരും ചെയർ എടുക്കാനായിട്ട് പോയി. കാരണം ചെയറൊന്നും അവിടെ ഇല്ലായിരുന്നു. കാരണം തറയിരുന്ന് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കരുവാട്ടത്തലയും ഫ്രണ്ട് വെച്ചിട്ട് നോക്കിയിരിക്കുന്ന പൂച്ചയുടെ അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെത്. അവസാനം കസേരയെ കിട്ടുന്ന നമ്മൾ മന്തിയെല്ലാം അറിഞ്ഞ് തിന്ന്. പക്ഷെ എന്ത് ചെയ്യുക, റൈസ് ഫുള്ള് ബാക്കിയൊന്നും, പീസ് മാത്രമേ കുറച്ച് കഴിക്കാൻ പറ്റുന്നുള്ളൂ. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വിശപ്പ് കെട്ടുപോയെന്ന് തന്നെ പറയായിരുന്നു. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് സ്കൂൾ ഷോപ്പിൻ്റെ ബാക്ക് ടു സ്കൂൾ അതിനകത്ത് കയറി. ഒരുപാട് ബാഗുകളെ അടാറ് കളക്ഷൻസ് കിട്ടും. എല്ലാം ബ്രാൻഡ് സാധനങ്ങൾ, സ്കൈ ബാഗ്സ്, അമേരിക്കൻ ടൂറിസ്റ്റർ, ജെനി, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരുന്നു എല്ലാം. ഏതെടുക്കട്ട് കൺഫ്യൂഷൻ ആയിരുന്നു. മോനെ നമുക്ക് സ്പൈഡർമാൻ്റെയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 3 പേർക്ക് എടുക്കാതെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയാണ് എടുത്തത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ 3 പേർക്കുള്ള ബാഗ് എന്തായാലും കിട്ടി. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറേ ക്രയോൺസ്, സ്കെച്ചസ്, പെൻസിലും ബോക്സൊക്കെ നമ്മളെ ഗൾഫിൽ നിന്ന് പിന്നെ അനിയത്തിമാരൊക്കെ ഉള്ളതുകൊണ്ട്, അനിയത്തിമാർ ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കാനുണ്ട്. മാമന്മാരും അനിയത്തിമാരും ഒക്കെ ഗൾഫിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതെല്ലാം നമുക്ക് മേടിക്കേണ്ടി വന്നില്ല. എന്നാലും കുറച്ച് ക്രയോൺസും സ്കെച്ചസൊക്കെ മേടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ് വാങ്ങിച്ചു, സ്നാക്സ് ബോക്സ് വാങ്ങിച്ചു. മെയിനായിട്ട് വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം വാങ്ങിയത് ബോട്ടിലാണ് കേട്ടോ. ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബോട്ടിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലീക്ക് ആവുമായിരുന്നു, അടപ്പ് ലീക്ക് ആവുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോക്കിയാണ് എടുത്തത്. ഇത്തവണ നമ്മളെടുത്തത് നല്ല ബ്രാൻഡ് ഐറ്റം, കമ്പനി ഐറ്റം നോക്കിയാണ് എടുത്തത്. അടിപൊളിയായിരുന്നു. ഒരു 1000 റേറ്റിലാണ് വരുന്നത് ആ ബോട്ടിൽ. പക്ഷേ കൊള്ളാം. ഇതുകൊണ്ട് കളയാതിരുന്നാൽ മതി ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഈ ബോട്ടിലുകളൊക്കെ വാങ്ങിയത്. അമ്മയുടെ ഒറ്റ നിർബന്ധമായിരുന്നു ഈ ബോട്ടിൽ തന്നെ വേണമെന്നുള്ളത്. അമ്മ അത് തന്നെ ആ പർപ്പിൾ കളർ തന്നെ അമ്മ ആദ്യമേ അങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കുടയിലോട്ടുള്ള വന്നു. കുടയിലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം ചെറിയ കുടകൾ. പിന്നെ ഒന്നുകിൽ വലിയ കുട അല്ലെങ്കിൽ ചെറിയ കുട. എവളുമാർക്ക് എന്തായാലും ഇത് സ്യൂട്ടാവില്ല. പിന്നെ മോന് വേണ്ടി ചെറിയ കുട വാങ്ങിച്ച്. അതിനുശേഷം പിന്നെ കയറി വാങ്ങിയത് മോന് സ്റ്റഡി ടേബിൾ ആയിരുന്നു. അവന് ആദ്യത്തെ തുടക്കമില്ലേ, സ്റ്റഡി ടേബിൾ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ സ്റ്റഡി ടേബിൾ വാങ്ങിച്ച് നമ്മൾ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി കുക്കീസ്, മുകളിൽ നിന്ന് നോക്കി എന്താ ഭംഗി. പക്ഷേ വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല, ഡയറ്റ് എന്നൊക്കെയാണ് പറയണത്. പക്ഷേ വാങ്ങിയില്ല. പിന്നെ നമ്മൾ അതിനകത്ത് കയറി. എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ നാത്തൂൻ വിളിച്ച് പറഞ്ഞ പ്രകാരം ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വാങ്ങിച്ച ഒരു 2 ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവൾക്കായിട്ട് മേടിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കൊച്ചുങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും അവിടെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് നേരെ സ്റ്റൈൽ യൂണിയനിൽ കയറി. അവിടെ അമ്മ നമ്മളെ ചീത്ത വിളിക്കുന്നത്, എവിടെ പോയാലും നിൻ്റെയൊക്കെ അവസ്ഥ, നിനക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേരെ വക ചീത്ത വിളി. അനിയത്തിക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം നമ്മളെ ശല്യം സഹിച്ച് അമ്മ ഒരു സ്ഥലത്ത് പോയി ഉറക്കമായി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് 1 2 എണ്ണമൊക്കെ എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കാണല്ല. അമ്മ നേരെ കാറ് വന്നിരുന്നു. അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് നേരെ
നമ്മളിതാ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ശാർക്കര വഴിയാണ് നമ്മൾ പോകുന്നത്. ശാർക്കരയിലോണ്ട ട്രെയിനാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അനിയന്തോ വെളിയിൽ നമ്മളെങ്ങാത്ത് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ലേറ്റായി നമ്മൾ വന്നപ്പോഴത്തേക്ക്. നമ്മളെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ. നമ്മളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ. അതാണ് ഇല്ല നമ്മള് ചൊക്കൽ കട്ടി വ്ളോഗ് ആക്കിയാണ്, വ്ളോഗ് എടുക്കുകയാണ്. അതിനിപ്പോ എന്ത് പാട്ട് പാടും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചോക്ലേം. തിന്നി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കൊണ്ടം ദേ ഒരു തട്ടുകട. സ്വന്തമായിട്ട് തട്ടുകടകളുള്ള ടീംസാണ് കേട്ടോ. എന്നാലും കയറാമെന്ന് വിചാരിച്ച് അവിടെ കയറി പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈ ഒക്കെ അറിഞ്ഞ് തിന്നിട്ട് ഓംലേറ്റും കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ വന്ന് വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.